ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. പിരുമേട്ടിലെ ആദിവാസി യുവതി സീതയുടെ മരണം കൊലപാതകമാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. ഭർത്താവ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ബിനു പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ക്രൂരമായ കൊലപാതകമാണ് എന്ന് വ്യക്തമാവുകയാണ്. രാഹുൽ സുരേഷുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ വാരിയെല്ലുകൾ തകർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ 3 എണ്ണം ശ്വാസകോശത്തിൽ കയറിയിട്ടുണ്ട്. നാഭിക്ക് ക്രൂരമായി മർദ്ദനമേറ്റു. മുഖത്തും കഴുത്തിലുമൊക്കെ മൽപ്പിടുത്തം നടന്ന പാടുകളുണ്ട്. മാത്രമല്ല, തലയ്ക്ക് പുറകിൽ വീണ പാടുകളുണ്ട്. അങ്ങനെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി സീതയെ കൊലപ്പെടുത്തി ബിനു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിനീത, അതായത് സീതയുടെ കൊലപാതകം അതിക്രൂരമായി എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതിലൊരു തിരുത്തുകൂടിയുണ്ട്. അതായത് ബിനുവിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. അതായത് സംസ്കാര ചടങ്ങുകൾ പീരുമേട്ടിൽ തന്നെ പൊതു ശ്മശാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ബിനു ഉള്ളത്. അതിനുശേഷം കസ്റ്റഡിയിലെടുക്കും, അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന കാര്യം കൂടി പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതായത് പോലീസ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബിനുവിനെ കസ്റ്റഡിയിലെടുക്കുക എന്നാണ് പീരുമേട് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ അതിക്രൂരമായി തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ആ പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ കൂടിയാണ് അത് സ്ഥിരീകരിക്കുന്നത്. അതായത് തലയ്ക്ക് പുറകിൽ വീണ പാടുകളുണ്ട്, മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടത്തിയ പാടുകളുണ്ട്, കഴുത്തിനെ ശക്തിയായി അമർത്തി പിടിച്ചു എന്നതിൻ്റെ തെളിവുകളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതായത് ആദ്യം പോലീസിന് സംശയമുണ്ടായിരുന്നു, കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി എന്ന് തന്നെ പറയുന്നു. അതായത് കാട്ടാന ഈ സീതനെ ചുഴറ്റി എറിയുകയായിരുന്നു എന്നാണ് ബിനു ആദ്യം പോലീസിനോട് പറഞ്ഞത്. പക്ഷേ അതിൻ്റെയൊന്നും ചതവേറ്റ പാടുകളൊന്നും തന്നെ ശരീരത്തില്ലായിരുന്നു. ആ സംശയമാണ് വിശദമായുള്ള പോസ്റ്റ്മോർട്ടത്തിലേക്കും അതോടൊപ്പം തന്നെ വിശദമായുള്ള പരിശോധനയിലേക്കും കടക്കാൻ പോലീസിനെ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പീരുമേടിലെ ആശുപത്രി അധികൃതരോടും പോലീസിനോടും പീരുമേട് ആശുപത്രിയിലെ ഡോക്ടറോട് ഈ വിവരങ്ങൾ പോലീസ് പറഞ്ഞത്. അങ്ങനെയാണ് വിശദമായുള്ള പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത്. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികളാണ് അല്പസമയം മുമ്പ് പൂർത്തിയായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർ ഈ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിക്രൂരമായി തന്നെയാണ് സീതയുടെ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കൃത്യമായുള്ള ആസൂത്രണം ഈ സംഭവത്തിൽ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ രാവിലെ വനത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം കനത്ത മഴയെ തുടർന്ന് ആ വനത്തിലേക്ക് പോകാനുള്ള തീരുമാനം മാറ്റുകയും ഉച്ചയോടുകൂടി മഴ അല്പം ശമിച്ച സമയത്താണ് സീതയുമായി ഭർത്താവ് ബിനു വനത്തിലേക്ക് പോകുന്നത്. സീതയെ വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷമാണ് ബിനു വനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് തക്ക സമയത്ത് ഈ സീതയുടെ കൊലപാതകം നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ബിനു തന്നെയാണ് നാട്ടുകാരോടും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറഞ്ഞത്. അതായത് പോകും വഴി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി, സീതയെ കാട്ടാന ചുഴറ്റി എറിയുന്നു, അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം ബിനു തന്നെയാണ് നാട്ടുകാരെ അറിയിക്കുന്നത്. വനം വകുപ്പിന്റെ വാഹനം അവിടെ എത്തിയ ശേഷമായിരുന്നു സീതയുടെ മൃതദേഹം നമ്മൾ ഇപ്പോൾ ഉള്ള ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും സീതയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഡോക്ടർ പരിശോധിച്ചപ്പോൾ തലയിലായിരുന്നു ചെറിയ രീതിയിലുള്ള ഒരു മുറിവുണ്ടായിരുന്നത്. പക്ഷേ അത് കാട്ടാന ആക്രമണം കൊണ്ട് ഉണ്ടായതല്ല എന്ന സംശയവും ഉണ്ടായിരുന്നു. ആ സംശയമെല്ലാമാണ് ഇപ്പോൾ മാറുന്നത്. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലല്ല, മറിച്ച് ഭർത്താവായിട്ടുള്ള ബിനു കൊലപ്പെടുത്തിയതാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വിനീത, രാഹുൽ, നമ്മൾ അടുത്തിടെ പല കൊലപാതക വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു, പലതും ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇത് പക്ഷേ നോക്കൂ, ഇന്നലെ അയാൾ പറഞ്ഞ ആ പ്രതികരണം, അയാളുടെ ആശുപത്രി